സ്വാമിയെ ശരണയ്യപ്പ. അമ്പലപ്പുഴ പേട്ട സംഘം നമ്മുടെ മല്ലപ്പള്ളി തിരുമാല മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. തുടർന്ന് വരുന്ന ശബരിമല ഞങ്ങളുടെ ആചാരങ്ങളാണ്. ഇവിടെ രണ്ട് നിവേദ്യങ്ങളുണ്ട്. ഒന്ന് അമ്പലപ്പുഴക്കാരുടെ എള്ളുപായസവും മകരവിളക്ക് ദിവസമാണ്. അടുത്തത് ആലങ്ങാടുകാരുടെ പന്തലിനാടി അരണപ്പായസം. ഇത് രണ്ടുമാണ് ശബരിമലയിലെ മഹാനിവേദ്യങ്ങളായിട്ട് കരുതുന്നത്. സ്വാമിയെ ശരണയ്യപ്പ. അമ്പലപ്പുഴ പേട്ട സംഘം മല്ലപ്പള്ളി തിരുമാല മഹാദേവ ക്ഷേത്രത്തിൽ അവർക്ക് സ്വീകരണം, ആ സ്വാമിമാർക്ക് സ്വീകരണം നൽകുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പേട്ട സംഘത്തിൽ ഒരു 200 സ്വാമിമാരെങ്കിലും കുറയാതെ ഉണ്ട്. ഇവർ 5 വാഹനത്തിലാണ് വന്നിരിക്കുന്ന. അതുപോലെ തന്നെ കൂടെ ഇവരുടെ സഹായിക്കാനുള്ള വാഹനങ്ങളും അതുപോലുള്ള ആഹാരങ്ങളും എല്ലാം ആയിട്ട് തന്നെയാണ് ഇവർ വന്നിരിക്കുന്നത്. അതിൻ്റെ ഇവിടെ തിരുമാല മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഇവിടെ ഇവരെ സ്വീകരിച്ചിരിക്കുന്നത് നിറപറ വെച്ചാണ്. നമ്മൾ സാധാരണ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിറപറ ഉപയോഗിക്കുന്നു. നിറപറ ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് കണക്കാക്കിയാണ് ഇവരെ നിറപറയോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുഖ്യൻ നമ്മളോട് ശബരിമലയുടെ ഇതിൻ്റെ പ്രാധാന്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കൂടിയുണ്ട്. അതിൻ്റെ വീഡിയോ ഇതോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. കോട്ടപ്പള്ളി അമ്പലത്തിൽ നിന്നിറങ്ങി മാതിരപ്പള്ളിയിൽ ഈ ഞങ്ങളുടെ സംഘത്തെ ഉള്ള എല്ലാ അംഗങ്ങളെയും പനിനീരും കളഭവും നൽകി അവിടെ സ്വീകരിക്കാം. മാതിരപ്പള്ളിക്ക് വലം വെച്ച് അടിയമ്പലത്തിലേക്ക് യാത്ര ചെയ്യും. ഈ സന്ദർഭത്തിൽ അവരുടെ ഒരു പ്രതിനിധി മാതിരപ്പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാവും. അത് ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന മാതിരപ്പള്ളിയിൽ നിന്നുള്ള പ്രതിനിധി ഈ തിരുമേലി അമ്പലത്തിൽ തിരുമേനി അവിടുത്തെ മേൽശാന്തി ഞങ്ങൾക്ക് നൽകുന്ന മാതിരി തന്നെ അവിടെ പ്രസാദവും തീർത്ഥവും നൽകി കുടിമരത്തോട്ടിൽ അദ്ദേഹത്തെ സ്വീകരിക്കും. അതിനുശേഷം ദേവസ്വം ബോർഡ് ഈ പെട്രോളിനും ഇത് എത്തിച്ചേർന്നിട്ടുള്ള അമ്പലപ്പുഴ സംഘത്തെ ബഹുമാനണിയിച്ച് സ്വീകരിക്കും. അത് തുടർന്ന് തിരുമേനി അമ്പലത്തിന് പ്രദക്ഷിണം വെച്ച് ക്ഷേത്രത്തിന് മുൻവശം എത്തി പേട്ട ഇറക്കി എഴുന്നള്ളിക്കുന്നതോടെ പേട്ട ചടങ്ങുകൾ ഒക്കെ. വൈകുന്നേരം തിരുമേലിൽ ഞങ്ങളുടെ ആഴിപൂജ ഉണ്ട്. ഞങ്ങളുടെ വിജയനാണ് നടക്കുന്നത്. ഇവിടെ തിരുമേലി ആഴിപൂജ നടക്കുന്ന മാതിരി ചടങ്ങുകളുണ്ട്. പക്ഷേ അത് ഈ പ്രസാദം ഒന്നും വലിയ കാര്യമായിട്ടുള്ള രീതിയിലുള്ള ചടങ്ങ് മാത്രമാണ്. ഈ പേട്ടോളിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉദയൻ്റെ ആക്രമണകാലത്ത് പാവരും അയ്യപ്പനും ഒന്നിച്ച് ഉദയനെ കീഴ്പ്പെടുത്തുന്നതിന് തിരുമേലിൽ വന്നു. തിരുമേലിൽ ഉദയനെ കീഴ്പ്പെടുത്തിയതിന് ശേഷം അവിടുത്തെ ധർമ്മസ്ഥാപനം നടത്തുന്നതിന് വേണ്ടിയിട്ട് പാവരെ ചുമതലപ്പെടുത്തിയാണ് എൻ്റെ ഒരു സങ്കല്പം. പാവരും അയ്യപ്പനുമായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അമ്പലപ്പുഴ പുറക്കാട് എന്ന് പറയുന്ന കളരിക്ക് അടുത്തുള്ള സ്ഥലത്ത് വെച്ചാണ്. അമ്പലപ്പുഴയിലെ വിദ്യാഭ്യാസത്തിന് വരുമ്പോഴാണ് ചെമ്പോശ്ശേരി തമ്പുരാൻ്റെ നിർദ്ദേശപ്രകാരം ആവശ്യപ്രകാരം പന്തളരാജാവ് അയ്യപ്പനെ പാവരെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായി കൊച്ചിയിൽ നിന്ന് കായംകുളം രാജാവിന് കപ്പം കൊടുക്കാതെ കടൽമാർഗം ചിറക്ക് എടുത്തിക്കൊണ്ടിരുന്ന അവരെ അവിടെ വെച്ച് കീഴ്പ്പെടുത്തുകയും അവരുടെ സൗഹൃദത്തിൽ ഏർപ്പെടുകയും ഉണ്ടായി.
ഇത് കൂടാതെ അയ്യപ്പൻ്റെ അനുഷ്ഠാനങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് അദ്ദേഹം വാനപ്രസ്ഥത്തിന് പോകുന്നു എന്ന് പതിനെട്ടരായവനെ അറിയിച്ചപ്പോൾ എൻ്റെ ഞാൻ അയക്കുന്ന ശരം വീഴുന്ന സ്ഥലത്ത് എനിക്ക് ആ സ്ഥാനം ഉറപ്പിക്കണം എന്ന് നിർദ്ദേശിച്ച പ്രകാരം അമ്പലപ്പുഴക്കാരും പാവരുമായിട്ട് ശബരിമലയ്ക്ക് ആദ്യമായി പറയുന്നത് ശരം വീണ സ്ഥലം കണ്ടുപിടിച്ചത് അമ്പലപ്പുഴക്കാരാണ്. ശരംകൊച്ചിയാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ശരം വീണു. അതിൻ്റെ താഴ്വരയിൽ ശബരിമലയിൽ ക്ഷേത്രം പണിയുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും അമ്പലപ്പുഴക്കാർ ഒരുക്കി കൊടുത്ത് അങ്ങനെ പന്തളത്ത് രാജാവും ആലങ്ങാട് ഭടന്മാരും കൂടെ ക്ഷേത്രം പണിയുന്നതിനുള്ള സാമഗ്രികളൊക്കെ ആയിട്ട് അവിടെ എത്തിച്ചേർന്ന് ശബരിമല ക്ഷേത്രം, പ്രാചീനമായ ശബരിമല ക്ഷേത്രം അങ്ങനെ അമ്പലപ്പുഴക്കാരും ആലങ്ങാടുകാരും ചേർന്നാണ് അത് പണിഞ്ഞത്. അതിൻ്റെ ഉപോത്ബലവുമായിട്ട് അതിന് അമ്പലപ്പുഴക്കാർക്കും ആലങ്ങാടുകാർക്കും പ്രത്യേക അവകാശം ഭഗവതി രാജാവ് അനുവദിച്ച് നൽകിയിട്ടുള്ളതാണ്. ഇന്നും തുടർന്ന് വരുന്ന ശബരിമല ഞങ്ങളുടെ ആചാരങ്ങളനുസരിച്ച് ഇവിടെ ശബരിമല 2 നിവേദ്യങ്ങളുണ്ട്. ഒന്ന് അമ്പലപ്പുഴക്കാരുടെ എള്ളുപായസവും മകരവിളക്ക് ദിവസമാണ്. അടുത്തത് ആലങ്ങാടുകാരുടെ പന്തലിനാടി അരണപ്പായസം. ഇത് രണ്ടുമാണ് ശബരിമലയിലെ മഹാനിവേദ്യങ്ങളായിട്ട് കരുതുന്നത്. ശരണം വിളികളോടെ എല്ലാ സ്വാമിമാരും ഭക്ഷണത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്.